അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടന്ന കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള ചക്കരക്കലിലെ ബിൽഡിംഗ് മെറ്റീരിയൽസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപകരുടെ പ്രതിഷേധ സംഗമം. ചക്കരക്കൽ ടൗൺ കേന്ദ്രീകരിച്ച് നടന്ന പ്രതിഷേധ മാർച്ച് സൊസൈറ്റിക്ക് മുന്നിൽ സമാപിച്ചു. പി സത്യചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അടിച്ചുമാറ്റിയ ഭരണസമിതി പറയൂ ഭരണസമിതി നിക്ഷേപകരുടെ പ്രതിഷേധം. വി കെ അബ്ദുൽ ഖാദർ സ്വാഗതം പറഞ്ഞു. ഒ കെ ബാബു അധ്യക്ഷത വഹിച്ചു. മക്കളെ കല്യാണം കഴിച്ചിട്ട് അയപ്പിക്കാമെന്നും വീടിൻ്റെ പണിയും പുതിയ വീടും ഒക്കെ വെക്കാമെന്ന പ്രതീക്ഷയോടുകൂടി വിശ്വസിച്ച് ഇവിടെ ഏൽപ്പിച്ച തുകയാണ് ഇവർ കൊള്ളയടിക്കപ്പെട്ടത്. പല സ്ഥലങ്ങളിലായി ഈ സെക്രട്ടറിയും കൂട്ടാളികളും സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഈ ഇവിടെയുള്ള ഒരു അറ്റൻഡർ ആ പോസ്റ്റ് ഗവൺമെൻറ് റദ്ദ് ചെയ്തതാണ്. അത് മറികടക്കാൻ വേണ്ടി തലേ ദിവസം തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഇവിടുത്തെ ബാങ്കിൽ നിന്നും 50,000 രൂപ എടുത്തിട്ടാണ് പോയത്. ആ 50,000 രൂപ ആരെ അക്കൗണ്ടിൽ നിന്നാണ് എടുത്തതെന്ന് ഇവരിവിടെ മറുപടി പറയണം. അങ്ങനെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഓരോ പാവപ്പെട്ട കഷ്ടപ്പെട്ട ഓരോ ആൾക്കാർ നിക്ഷേപിച്ച പണം ഇവിടുന്ന് മുഴുവനും കൊള്ളയടിക്കപ്പെടുകയാണ് ചെയ്തത്. നമ്മളെ വഞ്ചിക്കുകയാണ് ഈ ഭരണസമിതി ചെയ്തിരിക്കുന്നത്. വിദ്യാഭ്യാസം സാമ്പത്തികം കൈകാര്യം ചെയ്യാനുള്ള സാമാന്യ വിദ്യാഭ്യാസം പോലുമില്ലാത്ത ആളുകളാണ് ഇവിടെ സാമ്പത്തികം കൈകാര്യം ചെയ്തത്. സൊസൈറ്റിയിൽ 11 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക കണക്ക്. വിമാനത്താവളത്തിന് സ്ഥലം ഏറ്റെടുത്തതിൽ നഷ്ടപരിഹാരം ലഭിച്ച വയോധിക മുതൽ ചെറുകിട കച്ചവടക്കാർ വരെ കബളിപ്പിക്കപ്പെട്ടവരിൽ പെടുന്നു. വിവിധ നിക്ഷേപ പദ്ധതികളിൽ ചേർന്നവർക്കെല്ലാം പണം ലഭിക്കാനുമുണ്ട്. ചക്കരക്കലിലെ ഒരു യുവതിയുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ വ്യാജ വായ്പയിലൂടെ സംഘം അധികൃതർ തട്ടിയെടുത്തതായും ആരോപണമുണ്ട്. ലക്ഷങ്ങൾ നിക്ഷേപിച്ചവർക്ക് രസീത് കൊടുക്കുമെങ്കിലും സംഘത്തിൽ വരവ് വച്ചിരുന്നില്ല. നിക്ഷേപകരുടെ പണമെടുത്ത് സമാന്തര പണമിടപാട് സംഘം പ്രവർത്തിച്ചിരുന്നതായും ആക്ഷേപമുണ്ട്. നോട്ടീസ് വന്നിരിക്കാം 13 ലക്ഷം രൂപ എന്റെ പേരിൽ ലോൺ ഉണ്ടെന്നും പറഞ്ഞു. എങ്ങനെയാണ് വീടും വെക്കാതെ എങ്ങനെയാണ് ഇത്രയും പൈസ വന്നത്? ക്ലോസ് ആക്കി ലോൺ. അപ്പൊ ആ ബുക്ക് അയാളെ കയ്യിലാണുള്ളത്. ആ പാസ് ബുക്ക് എല്ലാം അയാളെ കയ്യിലാണ്. ഷാജി നക്കലിന്റെ കയ്യിലാണത്. നമ്മളെ കുറി കഴിഞ്ഞെന്നുള്ളതിന് തെളിവെന്നാണ് ആകെ പ്രമിയാണ് തോറാതെ കുറി കഴിഞ്ഞിട്ട് പാസ് അവിടെ വെച്ചേന്ന് പറഞ്ഞതുകൊണ്ടാണ് അവിടെ വെച്ചത്. കറക്റ്റ് എല്ലാം കഴിഞ്ഞതാ. അപ്പൊ അതിനുശേഷം ഇപ്പൊ 50 ലക്ഷം എവിടെ പോയിട്ടുണ്ടാക്കും? ഇല്ലാത്ത കുറിയാണ് എന്നുവെച്ചാൽ ജാമ്യം നിന്ന വ്യക്തി. ഇപ്പൊ ജാമ്യം കടം പറഞ്ഞിട്ടോ. ജാമ്യം നിന്ന ടീച്ചറാണ്. ആ ടീച്ചറ് സൈൻ നല്ല കറക്റ്റ് വേറെ ആക്കാൻ പറ്റില്ല. പക്ഷെ അയാളെ കള്ളിയപ്പാടി ഇട്ടു. 13 കുറിയിൽ കള്ളിയപ്പിട്ടു അയാള്. ആ 13 കുറിയിട്ട് ആ ടീച്ചർക്കും പോയി നോട്ടീസ്. ആ ടീച്ചർക്കും പോയി ഇത്ര പൈസ നിങ്ങളുടെ പേരിൽ ലോൺ ഉണ്ടെന്നാണ്. ആ ടീച്ചർ വന്നു നോക്കി. ഒപ്പ് ഒന്നും കറക്റ്റല്ല. ഞാനൊട്ട ഒപ്പ് എന്റേതല്ല. അത് ആ ഒപ്പ് എന്റേതല്ല. നിക്ഷേപകരുടെ പണം തിരികെ ലഭിക്കാത്ത പക്ഷം സെക്രട്ടറി, അറ്റൻഡർ എന്നിവരുടെ വീട്ടിലേക്കും തുടർന്ന് പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ മാഷ്ടി സ്കൂളിലേക്കും തുടർന്ന് വീട്ടിലേക്കും പ്രതിഷേധ സമരം വ്യാപിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. വഞ്ചനയ്ക്കിരയായ നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കരക്കൽ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചക്കരക്കൽ.